ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ റോസപ്പൂക്കൾ റോസപ്പൂക്കൾ കൊണ്ട് വൈൻ ഇടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ടിട്ടില്ലാത്തവർ കാണണേ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ റോസയുടെയൊക്കെ പൂക്കൾ ഇട്ടപ്പോഴത്തേക്കും പലരും ചോദിച്ചു, ചേച്ചി എവിടെയാണ് വീട്, എവിടെയാണ് ഈ റോസപ്പൂ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അതിനൊരു ഉത്തരം പറയാമെന്ന് ഓർത്തു. നമ്മൾ ഇവിടെ ന്യൂസിലൻഡിലാണ് കേട്ടോ. ന്യൂസിലൻഡിൽ നമ്മൾ നോർത്ത് ഐലൻഡിൽ ഓക്ലൻഡിലാണ്. അപ്പോൾ ഓക്ലൻഡ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് റോസ ചെടികളൊക്കെ ധാരാളം ഉണ്ടാകാൻ നല്ല ഒരു കാലാവസ്ഥയാണ് കേട്ടോ. സമ്മർ ആയി കഴിയുമ്പോഴത്തേക്ക് അല്ലെ സ്പ്രിങ് തുടങ്ങുമ്പം തൊട്ട് നമുക്ക് എപ്പോഴും പൂക്കൾ തരും. ത്രൂ ഔട്ട് സമ്മർ നമുക്ക് പൂക്കൾ കയറും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന കെയറിങ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റോസ ചെടികൾ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ന്യൂസിലൻഡിൽ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ റോസപ്പൂക്കൾ. അധികം കെയറിങ് ഒന്നും ആവശ്യമില്ല, അതായത് എന്നും ഒന്നും മെയിൻ്റെനൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ എന്നും ഒന്നും മെയിൻ്റെനൻസ് ഒന്നും വേണ്ടാത്ത ഒരു ചെടിയായതുകൊണ്ട് വളരെ ചെറിയ ഗാർഡൻ ഉള്ളവർക്കും വളരെ സമയം കുറവുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്, നടാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ റോസപ്പൂക്കൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ കെയറിങ്ങിനാണ് നോക്കാം. റോസ നിറച്ച് പൂവായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നന്നായിരിക്കും എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇപ്പം കണ്ടോ നന്നായിട്ട് പൂവായിട്ടുണ്ട്, നിറച്ച് പൂവായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതിങ്ങനെ കയറ്റി വിട്ടേക്കുന്നത് കൊണ്ട് നല്ല രസമില്ലേ കാണാൻ. ഫെൻസ് നിറച്ച് പൂവായിട്ടിരിക്കുവാണേ. വൈറ്റ് റോസ് നിറച്ച് പൂവായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ ഫെൻസിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുന്നതുകൊണ്ട് ഈ ഫെൻസ് നിറച്ച് നല്ല വൈറ്റ് കളർ ഫ്ലവേഴ്സ് കേട്ടോ. അപ്പോൾ ഈ റോസ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആർച്ചയിലൊക്കെ കയറ്റി വിടാനാണെങ്കിൽ നല്ല റോസയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നിറച്ച് പൂവായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതെല്ലാം മൊട്ടായിട്ട് നിൽക്കുമല്ലായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം പൂവായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റോസയുടെ കെയറിങ്ങിൽ മെയിനായിട്ടുള്ള വേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ വെള്ളം വേണം, സൂര്യപ്രകാശം വേണം. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നിന്നെങ്കിലാണ് നന്നായിട്ട് പൂ ഉണ്ടാകുള്ളൂ കേട്ടോ. ഈ എരമ്പത്ത് കൊണ്ടുപോയി നട്ടെങ്കിൽ, അതായത് ഷെയ്ഡിൽ കൊണ്ടുപോയി നട്ടെങ്കിൽ അത് അത്ര ഇങ്ങോട്ട് പൂ ഉണ്ടാകത്തില്ലേ, അതിങ്ങനെ പൊങ്ങി പോകത്തുള്ളൂ. അത് പൂ ഉണ്ടാകാൻ വേണ്ടി ഇച്ചിരി മടിക്കും. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞെങ്കിൽ ഇതിന് നമ്മൾ പ്രോപ്പറായിട്ട് ഇതിന് പ്രൂൺ ചെയ്ത് നിർത്തണം. അതായത് സ്പ്രിങ്ങിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ വിൻ്റർ തീരുന്ന സമയത്ത് നമ്മൾ ഇതിനെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയെങ്കിൽ കൂടുതലായിട്ട് ഫ്ലവർ ഉണ്ടാകുന്നത് സ്പ്രിങ്ങിലാണ് കേട്ടോ. ഇതിന് ധാരാളമായിട്ട് ഫ്ലവർ തരുന്നത് സ്പ്രിങ്ങിലാണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പ്രിങ് തുടങ്ങുന്നതിന് മുമ്പിലേ നമ്മൾ ഇതിനെ എല്ലാത്തിനും നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പ്രൂൺ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഡിസീസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ള തണ്ടുകൾ മുറിച്ച് കളയണം. അതുപോലെ ഒരുപാട് വലുതാക്കാൻ വേണ്ടി നിർത്തരുത്. ഒരുപാട് വലിയ ചെടിയായി പോകാതെ മുറിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ അതിന് പുതിയ നാമ്പുകൾ വന്ന് അതിലെല്ലാം പൂ ഉണ്ടായി തരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം. അതാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. നന്നായിട്ട് പ്രൂണിങ് മെയിനായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ റോസ ചെടികൾക്കെന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ ഇനി റോസയുടെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഈ റോസകളെല്ലാം ഞാൻ നട്ടിരിക്കുന്നത് പലയിടത്തുനിന്ന് തണ്ട് മുറിച്ച് വെച്ച് റൂട്ടിംഗ് ഹോർമോണിൻ്റെ അകത്ത് മുക്കി പോട്ടിംഗ് സോയിലിൽ വെച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ തണ്ടുകളെല്ലാം തന്നെ ഈ ചെടികളെല്ലാം തന്നെ കേട്ടോ തണ്ടുകൾ ഞാൻ മുറിച്ച് നട്ടുണ്ടാക്കിയതാണേ. അപ്പോൾ റോസയുടെ പ്രൊപ്പഗേഷൻ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളെങ്ങനെയാണ് നടുന്നതെന്നൊക്കെ അല്ലേ. റോസയുടെ തണ്ട് മുറിച്ച് വെച്ച് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ തണ്ട് മുറിച്ച് വെച്ച് ഉണ്ടാക്കാനുള്ള പേഷ്യൻസ് ഇല്ലാത്തവർക്ക് നമുക്ക് റോസയുടെ തൈകൾ വാങ്ങിക്കാൻ കിട്ടും. നമുക്കിവിടെ ഗാർഡൻ സെൻറ്ററുകളില്ല. ഞാൻ മിക്കവാറും വാങ്ങിക്കുന്നത് ബണ്ണിങ്സ് വെയർ ഹൗസിൽ നിന്ന് അല്ലെങ്കിൽ മൈറ്റട്ടൺ വെയർ ഹൗസിനാണ് കേട്ടോ മേടിക്കുന്നത്. അപ്പോൾ അവിടെയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഫാർമേഴ്സ് മാർക്കറ്റുകളുണ്ടല്ലോ, സാറ്റർഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ഒക്കെ ഉണ്ട് മാർക്കറ്റുകളുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ചിലപ്പം ചെടികൾ കൊണ്ടുവന്ന് വെച്ച് വിൽക്കുന്ന കാണാം. അപ്പോൾ അവിടെ നിന്നൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സഹായ വിലയ്ക്ക്, അതായത് കുറച്ചും കൂടെ വില കുറച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വാങ്ങിക്കുവാണെങ്കിൽ. ഇനി വളമിട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം. വളമിട്ട് കൊടുക്കുന്നതിന് മുമ്പിൽ നമ്മൾ ഇതിനൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ കളകളൊക്കെ പറിച്ച് കളയണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഉള്ളി തൊണ്ടിൻ്റെ വെള്ളമാണിത്. അപ്പോൾ ഇത് നമ്മൾ നേർപ്പിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്കിതിനെ ഒന്നും കൂടെ കുറച്ച് നേർപ്പിച്ചാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് കുറച്ച് നേർപ്പിച്ചാണ് ഇത് ഓൾറെഡി ഇരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടത് കുറച്ച് നേർപ്പിച്ചാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ നേർപ്പിച്ച് നമുക്ക് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇതുപോലെ നമ്മളിതിൻ്റെ ഈ ഫ്ലവർ ഹെഡ്സ് മുറിച്ച് കളയണം കേട്ടോ. നമ്മൾ പൂ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും പൂ പോയി കഴിയുമ്പോൾ ഇല പോയി അല്ല ഇനി നമ്മൾ ചെയ്യുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഈ ഫ്ലവർ ഹെഡ്സ് മുറിച്ച് കളയണേ. പൂ ഉണ്ടായി നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ നിൽക്കുമല്ലോ, ഇതിൻ്റെ മുട്ടിൻ്റെ ഈ സാധനം നിൽക്കുമല്ലോ, ഇത് നമ്മൾ മുറിച്ച് കളയണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പുതിയ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അതൊരു കാര്യമാണേ.
ഇനി എനിക്ക് നേരത്തെ ഒരു നെയ്ബർ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പുള്ളിക്കാരി ഇത് എടുത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഉണങ്ങിയിട്ട് ഇത് പൊടിച്ച് ചായ ഉണ്ടാക്കി കുടിക്കുമായിരുന്നു കേട്ടോ. അത് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തു. ആ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഇത് വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കുന്നത് കാണാമായിരുന്നേ. ഇതെടുത്ത് നമ്മൾ ഇതുപോലെ അവർ ചായ ഉണ്ടാക്കി കുടിക്കുമായിരുന്നു. ഇതിന് എന്നാത്തിനാണ് ഇത് കൊള്ളുന്നതെന്നൊക്കെ ഒന്ന് റീസെർച്ച് ചെയ്ത് നോക്കണം. അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഓർത്തപ്പം കുറച്ച് ഞാൻ എടുത്തുകൊണ്ട് പോകാമെന്ന് ഓർത്തു. നമുക്ക് കുറച്ച് റോസപ്പൂക്കൾ പറിച്ചെടുക്കാം കേട്ടോ. എന്നാത്തിനാന്ന് ഞാൻ പിന്നെ കാണിക്കാം. ഞാനിപ്പം കുറച്ച് റോസപ്പൂക്കൾ പറിച്ചെടുത്തോണ്ട് പോവുകയാണേ. അപ്പോൾ നമുക്ക് കുറച്ച് റോസപ്പൂക്കൾ പറിച്ചെടുക്കാം. അതിന് വേണ്ടി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള റോസ് ഇവിടെ നിൽപ്പുണ്ടല്ലേ. നല്ല നല്ല മണമാണ് കേട്ടോ. ഇതിൻ്റെ എന്ന് പറഞ്ഞെങ്കിൽ ഇതിന് നല്ല ഒരു മണമാണ്. ഇതിന് നല്ല സുഗന്ധമുള്ള റോസപ്പൂവാണ് കേട്ടോ ഇത്. ഇനി ചെടികൾക്ക് അടുത്തതായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതുകൊണ്ട് ഈ ഇലയെന്ന് പറഞ്ഞെങ്കിൽ ഇതൊരു ചെറുതായിട്ട് അസുഖമുള്ള ഒരു ഇലയാണ് കേട്ടോ. പക്ഷെ എന്നാൽ കമ്പാരിറ്റീവ്ലി നോക്കുമ്പം ഈ റോസ ചെടികൾക്കൊന്നും വലിയ അസുഖങ്ങളൊന്നുമില്ല. ഒരുപാട് സ്പോട്ടുകളൊക്കെ ഇതിൻ്റെ ഇലകളിൽ ഒത്തിരി സ്പോട്ടുകൾ വരാറുണ്ട് ഇടയ്ക്ക്. അതുപോലെ തന്നെ കറുത്ത പാടുകൾ വരാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് പോകാൻ വേണ്ടി ഒരു റോസ് ഗണ്ണെന്ന് പറയുന്ന ഒരു കാര്യം, അത് എയ്ഡ്സ് കമ്പനിയുടെയാണ് കേട്ടോ ഞാൻ സാധാരണ വാങ്ങിക്കുന്നത്. പല കമ്പനികളുടെ മേടിക്കാൻ കിട്ടും നിങ്ങൾക്ക് ഗാർഡൻ സെൻറ്ററിൽ ചെല്ലുവാണെങ്കിൽ. അപ്പോൾ അതിവിടെ നിന്ന് വാങ്ങിച്ച് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഈ ഇലകൾക്ക് ചെറുതായിട്ട് അസുഖങ്ങളുണ്ട്. അപ്പം നമുക്കതിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തെങ്കിൽ അതിൻ്റെ അസുഖങ്ങൾ മാറും. ഇനി ഞാൻ ഈ തോട്ടം ഒന്നും കൂടെ കാണിക്കാവേ. നമുക്ക് ആവശ്യത്തിനുള്ള റോസ് പെറ്റൽസ് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റോസ് ഹെഡ്സ് എല്ലാം മുറിച്ച് കളഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് കുറച്ച് സ്പ്രേ ചെയ്യണം. ചില ഇലകൾക്കൊക്കെ ഓരോ സ്പോട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതിന് സ്പ്രേ ചെയ്യണം. അത്രയും കാര്യങ്ങളും കൂടി ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നും കൂടെ ചെയ്യാം. ഒന്നും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്പ്രേ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ നമുക്ക് റോസ് പെറ്റൽ പറിച്ചെടുക്കണമായിരുന്നല്ലോ. നേരത്തെ സ്പ്രേ ചെയ്തെങ്കിൽ അത് പറിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സ്പ്രേ ചെയ്യാതിരുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ ഇനി സ്പ്രേ ചെയ്യണം. അത്രയും കാര്യങ്ങളോട് കേട്ടോ. ഞാൻ പറഞ്ഞ എയ്ഡ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ റോസ് ഗണ്ണ് ഇത് ഓൾറെഡി ഡൈല്യൂട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിതൊരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് തന്നെ ഒരു സ്പ്രേ ബോട്ടിൽ അറ്റാച്ച് ചെയ്തുള്ളൊരു സ്പ്രേ സാധനം ഉണ്ടായിരുന്നു, അത് പോയി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇലകൾക്ക് ആ സ്പോട്ട് വരുമ്പോൾ നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുവേ. അപ്പോൾ അത് അങ്ങ് പൊക്കോളും. ഈ ഇലകളെല്ലാം കമ്പാരിറ്റീവ്ലി ഹെൽത്തിയാണ് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ ഇതിന് അടിച്ചു കൊടുക്കുമല്ലോ, നമ്മൾ സ്പ്രൂൺ ചെയ്ത് വരുമ്പോഴേ അങ്ങ് അടിച്ചു കൊടുക്കുവാണെങ്കിൽ ഉണ്ടായി വരുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടായി വരുവേ. അപ്പോൾ ഇത് ഓൾറെഡി ഒരുമാതിരി ഹെൽത്തിയാണിത്. ഇതുണ്ട്, ഇങ്ങനെ സ്പോട്ടുള്ളിടത്ത് മാത്രമേ ഞാൻ അടിച്ചു കൊടുക്കുന്നുള്ളൂ. ഇപ്പം നാട്ടിലായിരുന്നപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, പുകയില കഷായം. അപ്പോൾ ഇവിടെ പുകയിലയും കാര്യമൊന്നും ഇല്ലല്ലോ. അല്ല, ഇനി നീം ട്രീ ഓയിലാണെങ്കിൽ അത് അടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ അടിയിലും ഒക്കെ എന്തെങ്കിലും ചിലപ്പം കറുത്ത സ്പോട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ അങ്ങനെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇത്ര അടിച്ചു കൊടുക്കുന്നുള്ളൂ. നന്നായി ഹെൽത്തി ആയിട്ടിരിക്കുന്ന റോസകളാണ് ഇതെല്ലാം. കണ്ടാലറിയാമല്ലോ നമുക്ക്. ഏറ്റവും ഇഷ്ടമുള്ള റോസപ്പൂ കേട്ടോ. നല്ല രസമല്ലേ ഈ കളർ കാണാൻ. ഇപ്പോൾ ഇവിടെ റോസപ്പൂക്കളെല്ലാം തന്നെ തീരാറായി അല്ലേ. അതെന്താണെന്നറിയാമോ, ഞാൻ കഴിഞ്ഞ ദിവസം റോസപ്പൂക്കളെല്ലാം പറിച്ചു കൊണ്ടുപോയി വൈൻ ഇട്ടു കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ കാണണം എങ്ങനെയാണ് വൈൻ ഇടുന്നതെന്നൊക്കെ. അപ്പോൾ ഇനിയും ഇതങ്ങ് മുറിച്ച് കളഞ്ഞ് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇനി അടുത്ത സെറ്റ് പൂക്കളുണ്ടാകും കേട്ടോ. അതുപോലെ നിങ്ങൾ വൈൻ ഉണ്ടാക്കാത്തവരാണെങ്കിലേ വൈനൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ തന്നെ വൈൻ ഉണ്ടാക്കി കുടിക്കാമല്ലോ. എല്ലാവരും ഇച്ചിരി വൈനൊക്കെ കുടിച്ച് നടത്ത് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഇച്ചിരി വൈനൊക്കെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാവേ.